ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2016 LDC എക്സാമിന് ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. നമുക്ക് കണക്കിനെ സംബന്ധിച്ച് മുൻകാല ചോദ്യങ്ങൾ ഒന്ന് കളക്ട് ചെയ്ത് സ്വയം സോൾവ് ചെയ്ത് പഠിക്കുന്നതാണ് തെറ്റാതിരിക്കാനുള്ള അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് മേടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, ഒരു സംഖ്യയുടെ 20% എന്നത് 40ന്റെ 30% സംഖ്യ ഏത്? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ചോദ്യം കാണുമ്പോൾ ചോദ്യ രൂപത്തിൽ തന്നെ ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഒരു സംഖ്യ നമുക്കറിയില്ല, എക്സ് 20% എങ്ങനെ എഴുതുന്നത്? 100ൽ 20 എന്നത് ഈക്വൽ ടു 40ന്റെ 30%. 40 × 100ൽ 30. ഇനി ആദ്യം നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്യാം. 2 0 ക്യാൻസൽ ആയി പോയി. ഇവിടെ ഉള്ളത് 1, ബാക്കിയുള്ളത് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇടുന്നു. ബാക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 4 × 3 12. ഈ താഴത്തെ 10 മുകളിൽ പോകുമ്പോൾ ഇൻറ്റു ആവും. ഇൻറ്റു 10. ഈ 2 ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ആവും 2. അപ്പോൾ 12/2 6 ആണ്. 6 × 10 60. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ സിമ്പിളാണ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാൻ പഠിച്ചാൽ മതി. അപ്പോൾ ശതമാനം എന്ന് പറയുന്നത് 100ൽ ആണ് എഴുതുന്നത് എന്ന് ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം, 1/10 + 1/15 വില എന്ത്? അപ്പോൾ ഭിന്നസംഖ്യകളുടെ തുക കാണാൻ സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ പല മെത്തേഡ് വഴിയും ചെയ്യാം. LCM എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. സാധാരണ LCM അല്ലാണ്ട് 1/10 + 1/15 ആദ്യം അംശവും മുകളിലുള്ളത് അംശം, താഴെയുള്ളത് ഛേദം. അപ്പോൾ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക. 10 × 15 150. പിന്നെ ചെയ്യേണ്ടത് പരസ്പരം ക്രോസ് ചെയ്ത് ഗുണിച്ച് കൂട്ടി എഴുതുക. 15 × 1 15 + 1 × 10 10. അപ്പോൾ 25/150 എന്ന് വരും. അപ്പോൾ 1/6 കിട്ടും. ഇനി നമുക്കിത് ഈസി ആയിട്ട് LCM മെത്തേഡ് 10ന്റെ 15ന്റെ LCM എന്ന് പറയുന്നത് 30 ആണ്. LCM 30. ആ 30ൽ 10 എത്ര പ്രാവശ്യമുണ്ട്? 10 3 പ്രാവശ്യം പ്ലസ് 15 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ 2 3 + 2 എത്രയാണ്? 5. 5/30. 5/30 എന്ന് പറയുന്നത് 1/6. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 24/3.5 / 24 = 24/m എങ്കിൽ എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് കൃത്യംഗത്തിലെ ഒരു കണക്കാണ്. അപ്പോൾ കൃത്യംഗത്തിലെ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അതായത് x⁻m ഡിവൈഡഡ് ബൈ x⁻n = x⁻m - n. അപ്പോൾ ബേസിക് ഇക്വേഷൻ ആണ്. ഇത് എഴുതി വെച്ച് പഠിക്കുക. x⁻m ഡിവൈഡഡ് ബൈ x⁻n എന്ന് പറയുന്നത് x⁻m - n. എന്നാൽ x⁻m × x⁻n ആണ് ചോദിച്ചതെങ്കിൽ x⁻m + n ആവുമായിരുന്നു. ഇവിടെ ഇവ തമ്മിൽ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ പ്ലസും ഡിവൈഡ് ആണെങ്കിലും മൈനസും. അപ്പോൾ അതാണ് ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ എക്സിന് 24 ആണ്. കാരണം 24/3.5 ഡിവൈഡ് ബൈ 24/1. അപ്പോൾ ഇത് 1 ആയിട്ട് അസ്യൂം ചെയ്യുക. 24/1. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചു m - n. ഇവിടെ m എത്രയാണ്? 3.5. 24/n എത്രയാണ്? 1. അപ്പോൾ 3.5 - 1 എത്രയാണ്? 2.5. അപ്പോൾ ഇവിടെ വലതുവശത്തും ഇടതുവശത്തും 24/25 = 24/m. അങ്ങനെയെങ്കിൽ m = 25 ആയിരിക്കും. ഓപ്ഷൻ 25 അല്ല, 3.5 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2.5 ആണ്. അപ്പോൾ മുകളിൽ 2.5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത നാലാമത്തെ ചോദ്യം, ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ട ചോദ്യം. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തത്തിന് അതിൻ്റെ ഉപരിതല വിസ്തീർണം കൊണ്ട് ഹരിക്കുമ്പോൾ 30 എന്ന് കിട്ടുന്നുവെങ്കിൽ ഗോളത്തിൻ്റെ ആരം എത്ര? അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം കാണാൻ പഠിക്കേണ്ട ഇക്വേഷനാണ് 4/3 × πr³. അതാണ് ഗോളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപരിതല വിസ്തീർണം പഠിക്കുക 4
പൈ ആർ സ്ക്വയർ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അത് വെച്ച് കണക്ട് ചെയ്തെന്ന് ഓർക്കുക. എന്തായാലും ഏരിയയ്ക്ക് എന്തെങ്കിലും സ്ക്വയറേ ഉണ്ടാകത്തുള്ളൂ. വോളിയത്തിന് ഒരു ക്യൂബ് ഉണ്ടാകും. ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. 4/3 പൈ ആർ ക്യൂബ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 4 പൈ ആർ സ്ക്വയർ. അതെന്ന് പറയുന്നത് 30 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ക്യാൻസൽ ഏതൊക്കെ ചെയ്യാം. ഈ 4 പൈ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് ആർ ക്യൂബ് ആർ സ്ക്വയർ. അപ്പോൾ ബാക്കി എത്ര ആർ ഉണ്ടാകും? ഒരു ആർ ഉണ്ടാകും. അപ്പോൾ ഇവിടെ കിട്ടി r/3 = 30. അങ്ങനെയെങ്കിൽ ആർ എത്രയായിരിക്കും? 3 × 30 90 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് ഇക്വേഷൻ ഒന്നും കാണാണ്ട് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം ലോജിക്ക് ആയിട്ടുള്ളതാണ്. വൈകിട്ട് 5 മണിക്ക് ഒരു പോസ്റ്റിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ നിഴൽ അയാളുടെ ഇടതുവശത്താണെങ്കിൽ അയാൾ ഏത് ദിക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത്? വൈകിട്ടാണ്. ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. നമുക്കറിയാം സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തിൻ്റെ സൂര്യൻ്റെ പൊസിഷനാണ് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. 5 മണി എന്ന് പറഞ്ഞിട്ടുണ്ട്, വൈകിട്ട് 5 മണി. അങ്ങനെയെങ്കിൽ സൂര്യൻ തീർച്ചയായും പടിഞ്ഞാറ് ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഇനി പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത് എങ്കിൽ ഒരാൾ സൂര്യനെ നോക്കി നിൽക്കുവാണ് പടിഞ്ഞാറ് എങ്കിൽ അയാളുടെ നിഴൽ എപ്പോഴും ബാക്കിലായിരിക്കും. അതായത് നിൽക്കുന്ന ആളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അയാളുടെ നിഴൽ എന്ന് പറയുന്നത്. ഇനി നോക്കാം, നിൽക്കുന്ന ഒരാളുടെ നിഴൽ അയാളുടെ ഇടതുവശത്താണ്. അപ്പോൾ നിഴൽ എന്തായാലും ഈ ബാക്കിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, തെക്കിലോട്ട് നോക്കി നിൽക്കുന്നു ഒരാൾ എങ്കിൽ അയാളുടെ നിഴൽ എവിടെ കാണും? ഇവിടെ കാണും, ഈ ഭാഗത്ത് കാണും. അപ്പോൾ തെക്കിലോട്ട് നോക്കി നിൽക്കുന്നു, അയാളുടെ നിഴൽ ഈ ഭാഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ അയാൾ ഇങ്ങോട്ടല്ലേ നോക്കി നിൽക്കുന്നത്, അയാളുടെ ഇടതുവശത്തല്ലേ നിഴൽ വരുന്നത്. അങ്ങനെയെങ്കിൽ അയാൾ നോക്കി നിൽക്കുന്നത് തെക്കിലോട്ടാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം 7:20 ആയാൽ യഥാർത്ഥ സമയം തന്ന് പ്രതിബിംബം കാണാൻ അല്ലെങ്കിൽ പ്രതിബിംബം തന്ന സമയം ചോദിച്ചാലും സെയിം മെത്തേഡാണ്. തന്നിട്ടുള്ള സമയം 11-നേക്കാൾ കുറവാണെങ്കിൽ 11:60 നിന്ന് 1 കുറച്ചാൽ മതി. കുറയ്ക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ 1 മാർക്കാണ്. 0 6 2 പോയി 4 7 4 11 440 ആൻസർ നമുക്ക് ലഭിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ യഥാർത്ഥ സമയം ചോദിച്ചാൽ സമയം 11-നേക്കാൾ കുറവാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11-നേക്കാൾ കൂടുതലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിലെ ഡോക്ടറിന് GLFQRO എന്ന് എഴുതിയാൽ സിസ്റ്ററിനെ എങ്ങനെ എഴുതാം? ഇത് വേറെ ഒന്നുമില്ല, ഈ ഡിക്ക് എങ്ങനെ ജി വന്നു നോക്കുക, ഓക്ക് എങ്ങനെ എൽ വന്ന് നോക്കുക. അപ്പോൾ ഡി കഴിഞ്ഞ് 2 ലെറ്റർ കൂടെ കഴിഞ്ഞിട്ടാണ് ജി വരുന്നത്. അതേപോലെ ഓപ്ഷൻ നോക്കുക, എസ് കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് വരുന്നത് ഏതാണ്? വി ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ പോയി. അടുത്ത ഓയ്ക്ക് തൊട്ട് മുമ്പിൽ 2 കഴിഞ്ഞിട്ടാണ് എൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ഐക്ക് തൊട്ട് മുമ്പിൽ 2 ബാക്കിലോട്ട് വരുന്നത് എഫ് ആണ്. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട, വി എഫ് ഉള്ളത് ഓപ്ഷൻ സി മാത്രം. ബാക്കിയുള്ള നോക്കി സമയം കളയേണ്ട, അത് ബബിൾ ചെയ്ത് അടുത്ത ആൻസറിലേക്ക് പോവുക. അടുത്ത ചോദ്യം, ബാബുവിൻ്റെ പ്രായം എഴുതുവാണ്. ബാബുവിൻ്റെ പ്രായം സാബുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങ്. ഇവിടെ സാബു എഴുതി, 2 മടങ്ങാണ്. ഇത് എഴുതാൻ പഠിക്കുക, 2:1. അപ്പോൾ ബാബുവിൻ്റെ ഇപ്പോൾ ഇരട്ടിയാണല്ലോ, സാബുവിനേക്കാൾ ഇരട്ടിയാണ്. 3 വർഷം മുമ്പ്, വർഷം ഞാൻ ഇവിടെ എഴുതി. ബാബുവിൻ്റെ സാബുവിൻ്റെ പ്രായം തമ്മിലുള്ള അംശബന്ധം 15:7. ബാബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം, ഇപ്പോഴത്തെ ഇതാണ് 2:1 അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചെഴുതാൻ പഠിക്കുക. ക്വസ്റ്റ്യൻ നിന്ന് ഇത്രയും എഴുതുക. ഇനി ചെയ്യേണ്ടത്, നമുക്ക് വരച്ചില്ല, റൗണ്ട് ചെയ്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ ആ റൗണ്ട് ചെയ്തത് ഇൻറ്റു വർഷം ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ഇൻറ്റു ഈ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് 2 നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, 15ഉം 7ഉം. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ ഇവ തമ്മിൽ ഒന്ന് ക്രോസ് ചെയ്ത് കുറയ്ക്കുന്നതിന് തുല്യമാണ്. 2 × 7 14, 1 × 5 15. അപ്പോൾ 14 - 5 എന്ന് പറയുന്നത് 9 ആണ്.
ഇവിടെ 5 അല്ല, ഇവിടെ 15 അപ്പോൾ 2 × 7 14, 14 മൈനസ് 15. അത് മൈനസ് ആയാലും പ്ലസ് ആയാലും കുഴപ്പമില്ല, ആ ചിഹ്നത്തിന് പ്രാധാന്യമില്ല. അപ്പോൾ 2 × 7 14 മൈനസ് 1 × 15. അപ്പോൾ അവ ചെയ്യുമ്പോൾ ഡിഫറൻസ് 1 കിട്ടുന്നത്. ഇനി ഇതിനൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. 3 × 8 24, 24 × 2 48. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം എ ബിയുടെ അച്ഛനാണ്. അപ്പോൾ എ നമ്മൾ ഇവിടെ എഴുതി. എ എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്. അപ്പോൾ എ അച്ഛനാണ്. അടുത്ത് സി ഡിയുടെ സഹോദരനാണ്. അപ്പോൾ സിയും ഡിയും ഇവിടെ എഴുതി. സി ഡിയുടെ സഹോദരനാണ്. ഇ സിയുടെ അമ്മയാണ്. അപ്പോൾ ഇ ഇവിടെ എഴുതി. ഇ സിയുടെ അമ്മയാണ്. ബിയും ഡിയും സഹോദരങ്ങളാണ്. ഇവർ 2 സഹോദരങ്ങളായാൽ ഇവർ 3 പേരും സഹോദരങ്ങളാണ്. സിയുടെ അമ്മ ഇ ആയതുകൊണ്ട് ഈ 3 പേരുടെയും അമ്മ ഇ ആണ്. എങ്കിൽ ഇക്ക് എയുമായുള്ള ബന്ധം, നേരത്തെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിയുടെ, അങ്ങനെയെങ്കിൽ സിയുടെയും ഡിയുടെ അച്ഛൻ എ ആയിരിക്കും. എങ്കിൽ അച്ഛൻ എയും അമ്മ ഇ ആണെങ്കിൽ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ ആയിരിക്കും. ഇനി ഇവിടെ നോക്കേണ്ടത് ഇക്ക് എയുമായുള്ള ബന്ധം, അതായത് എയുടെ ആരാണ് ഇ? എ ഭർത്താവ്, ഈ ഭാര്യ. അപ്പോൾ എയുമായുള്ള ബന്ധം, എയുടെ ആരാണ് ഇ? ആരാണ്? ഭാര്യയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, മാർച്ച് 3 വ്യാഴാഴ്ചയാൽ മെയ് 23 ഏത് ദിവസം? അപ്പോൾ കലണ്ടറിലെ ചോദ്യം സ്ഥിരമായി ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. മാർച്ചിൽ മൊത്തം 31 ദിവസങ്ങളുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 31 - 3 എടുക്കുക 28. ഏപ്രിലിൽ മൊത്തം 30 ദിവസമുണ്ട്. നമുക്ക് മെയ്യിൽ 21 വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 21 ഇവ അത്രയൊന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 79 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ 79നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 79 ÷ 7. അത് ചെയ്യുമ്പോൾ 7 9 2 ശിഷ്ടം 2 കിട്ടും. അപ്പോൾ ശിഷ്ടം കിട്ടുന്നത് എത്രയാണോ ഇവിടെ 2 ആണല്ലോ കിട്ടിയത്, ആ 2 ഈ വ്യാഴാഴ്ചയോടെ കൂട്ടുക. അപ്പോൾ വെള്ളി ശനി. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. വളരെ ലളിതമാണ്. ഒന്ന് ചെയ്ത് പഠിച്ചാൽ ഈസിയായി 20ൽ 20 മേടിക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.